ഗുഡ് മോർണിംഗ്. ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന സബ്ജക്റ്റിലെ ബിസിനസ് റിസർച്ച് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ആദ്യം എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ കുറിച്ച് ചിലപ്പോൾ എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയൊരു നോളേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വളരെ ലിറ്റിൽ നോളേജ് ഉള്ള അല്ലെങ്കിൽ ഒരു നോളേജും ഇല്ലാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ടോ അതിനെക്കുറിച്ച് ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് നമുക്ക് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ റിവ്യൂ നടത്തിയിട്ട് നടത്താം, അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ട് കൺസൾട്ടേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒബ്സർവേഷൻ വഴി നമുക്ക് ആ റിസർച്ച് നടത്താം, അല്ലെങ്കിൽ കേസ് സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് ഈ തരത്തിലുള്ള എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്താനായിട്ട് പറ്റും. ഞാൻ അതിൻ്റെ യൂസസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാഷ്വൽ റിസർച്ചിനെ കുറിച്ചിട്ടാണ്. കാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇൻഡെപ്ത് ആയിട്ട് റൂട്ട് ഫാക്ടറുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യും. അത് നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ആ കാഷ്വൽ റിസർച്ചിൽ കുറച്ചും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ആദ്യം നോക്കാം. Then, if the researcher can understand the cause and effect relationship, then the ability to predict and control such events is increased. അതായത് ഇപ്പം നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ എബിലിറ്റി ടു പ്രെഡിക്റ്റ് ആൻഡ് കൺട്രോൾ സച്ച് ഇവൻറ്റ്സ്. അത് ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച എക്സ്പ്ലോറേറ്ററി റിസർച്ചിലൊക്കെ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ എന്ത് പഠിക്കണില്ല? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കണില്ല. ആ ഒരു കോൺസെപ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾ തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ പഠിക്കണില്ല. പക്ഷെ ഇവിടെ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്തിട്ടാണ് റിസർച്ച് നടത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോ വേരിയബിളിൻ്റെയും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? വാട്ട് ആർ ദ ചേഞ്ചസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്യൂച്ചർ, അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഹൗ വി ക്യാൻ കൺട്രോൾ ദാറ്റ്, അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു ടോപ്പിക്കിൻ്റെ മുകളിൽ കാഷ്വൽ റിസർച്ച് നടത്തുകയാണെങ്കിൽ വി ആർ ഏബിൾ ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ഓൾസോ, നമുക്ക് ഫ്യൂച്ചർ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇൻ ഓർഡർ ടു determine the causality, it is important to hold the variable that is assumed to cause the change in the other variable constant and then measure the changes in the other variable. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാഷ്വൽ റിസർച്ച് നടത്തുക. The variable that is assumed to cause changes in the other variable constant. മറ്റൊരു വേരിയബിളിനെ ചേഞ്ച് വരുത്തുന്ന വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തും. അതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ട് അതിൻ്റെ മറ്റ് വേരിയബിളുള്ള ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ടു ഹോൾഡ് ദ വേരിയബിൾ ദാറ്റ് അസ്യൂംഡ് ടു കോസ് ദ ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. മറ്റ് വേരിയബിളിലെ ചേഞ്ചസ് വരുന്ന ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു വേരിയബിൾ ഉണ്ടാവും. അതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ട് ദെൻ മെഷർ ദ ചേഞ്ചസ് ഇൻ ദ അതർ വേരിയബിൾ, മറ്റ് വേരിയബിളിൽ നമ്മൾ സ്റ്റഡി നടത്താണ് ചെയ്യണത്. ഓക്കെ, അതാണ് നമ്മൾ കാഷ്വൽ റിസർച്ചിൽ നടത്തുന്നത്. എന്തായാലും നമുക്ക് ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം, മറ്റ് വേരിയബിൾ വാരി ചെയ്ത് പോകണം. അപ്പം നമ്മൾ ഏതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നത്? മറ്റ് വേരിയബിളിൽ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള വേരിയബിളിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തി അതല്ലാത്ത മറ്റ് വേരിയബിൾസ് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ കാഷ്വാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിസർച്ച്, അതിന് രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് വേരിയബിൾ ആർ ദ കോസ് ആൻഡ് വിച്ച് വേരിയബിൾ ആർ ദി എഫക്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൽ നമ്മുടെ പ്രോബ്ലത്തിൽ വരുന്ന വേരിയബിൾസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ഏതൊക്കെയാണ് കോസിന് കാരണമാകുന്ന വേരിയബിൾസ്,
ഏതൊക്കെയാണ് അതിന് ഇഫക്റ്റ്, അതായത് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്ന വാരിയബിൾസ് എന്ന് കണ്ടുപിടിക്കലാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. കാരണം നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വാരിയബിൾ കോസ് കാരണമാകും, അത് കുറച്ച് വാരിയബിൾസ് അതിനെ ഇഫക്റ്റ് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് വാരിയബിൾ ആകും. അത് ഏതെന്ന് കണ്ടുപിടിക്കലാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ടു ഡിറ്റർമൈൻ ദി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാഷ്വൽ വാരിയബിൾസ് ആൻഡ് ദി ഇഫക്റ്റ് പ്രഡിക്റ്റഡ്. ഇനി ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, നമ്മുടെ സ്റ്റഡിയിലുള്ള വാരിയബിൾസിൽ ഏതൊക്കെയാണ് കോസ് ഉണ്ടാക്കുന്നതും ഏതൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് ആയിട്ട് വരുന്ന വാരിയബിൾസ് എന്ന് കണ്ടുപിടിച്ചു. ദെൻ സ്റ്റഡി ദ റിലേഷൻഷിപ്പ് എമംഗ് ദിസ്. ഈ രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്ത്. ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് കാഷ്വൽ റിസർച്ചിനുള്ളത്. ഓക്കെ, അപ്പോൾ കാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്ന റിസർച്ചാണ് കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത്. ആ രീതിയിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റഡിയിൽ വരുന്ന വാരിയബിൾസിൽ ഏതൊക്കെയാണ് കോസ് വാരിയബിൾ ഏതൊക്കെയാണ് ഇഫക്റ്റ് വാരിയബിൾ എന്ന് കണ്ടുപിടിക്കലും അതുപോലെ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യലുമാണ്. ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് കാഷ്വൽ റിസർച്ചിന് ഉള്ളത്. ഓക്കെ, in the following situation this type of research can be undertaken to determine which variable might be causing certain behavior and to test the hypothesis about cause effect relationship. ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ സാധാരണ കാഷ്വൽ റിസർച്ച് യൂസ് ചെയ്യാറ്. ഒന്നാമത്തേത് ടു ഡിറ്റർമൈൻ വിച്ച് വാരിയബിൾ മൈറ്റ് ബി കോസിങ് സർട്ടൻ ബിഹേവിയർ. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ പ്രോബ്ലം ഉണ്ടാവാനായിട്ട് നമ്മളിപ്പോൾ എന്തായാലും ഒരു റിസർച്ച് ആകുമ്പോൾ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ പ്രോബ്ലം ഉണ്ടാവാനായിട്ടുള്ള കോസ് കണ്ടുപിടിക്കലാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് അണ്ടർടേക്കൺ ചെയ്യാവുന്ന പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഈ കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത്. കാരണം ആ പ്രോബ്ലത്തിലുള്ള കാരണം മനസ്സിലാക്കിയാലേ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ അസുഖമായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം നമ്മളോട് എന്താ ചോദിക്കുക, എന്തെല്ലാമാണ് സിംറ്റംസ് എന്തെല്ലാമാണ് കാരണങ്ങളും ചോദിക്കും. ആ കാരണം സിംറ്റംസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നുണ പറയാണ്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഡോക്ടറോട് നുണ പറയുന്നത് ഒരിക്കലും അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ അതിനൊരു മെഡിസിൻ ആൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എയിം എന്താണ്, ഒരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ പ്രോബ്ലം കണ്ടുപിടിച്ചതിന് സൊല്യൂഷൻ കൊടുക്കലാണ്. അപ്പോൾ പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള കാഷ്വൽ റിസർച്ച് നടത്തിയാലേ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ അണ്ടർലൈൻ കോസസ് കണ്ടുപിടിക്കലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റിസർച്ച് ഏതാണ്, കാഷ്വൽ റിസർച്ച് ആണ്. ദെൻ ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് അബൌട്ട് കോസ് റിലേഷൻഷിപ്പ്. അതുപോലെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തസിസ് ഈസ് ഫോർ ടു ടെസ്റ്റ് ദ കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ ഹൈപ്പോത്തസിസ് ആയിട്ട്, ആ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇതുപോലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യലാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് ആയിട്ട് ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധമായിട്ടും ഏത് റിസർച്ച് എടുക്കണം, ഈ കാഷ്വൽ റിസർച്ച് തന്നെ എടുക്കണം. കാരണം കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരേ ഒരു റിസർച്ച് ഏതാണ്, കാഷ്വൽ റിസർച്ച് ആണ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ കാഷ്വൽ റിസർച്ച് അഡോപ്റ്റ് ചെയ്യാം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. റിസർച്ച് റിലേറ്റഡ് ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയിങ് ബിഹേവിയർ ഓഫ് കസ്റ്റമർ. കസ്റ്റമറിൻ്റെ ബൈയിങ് ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്ന എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്, എന്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല, അത് നമ്മൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ അണ്ടർടേക്കൺ ചെയ്യേണ്ട റിസർച്ച് കാഷ്വൽ റിസർച്ച് ആണ്. ദെൻ ഐഡൻറ്റിഫൈങ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഓഫ് എ കമ്പനി. നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് അനങ്ങാതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു FD നമ്മുടെ പേരിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ കുറേ നാൾ നമ്മളതിൽ ആക്റ്റീവ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് എന്തായിട്ട് മാറും, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട്, ബാങ്കിൻ്റെ നോൺ പെർഫോമിംഗ് ലയബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും നോൺ പെർഫോമിംഗ് അസറ്റുകൾ ബാങ്കിൽ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവാനായിട്ടുള്ള കാരണം, എന്തുകൊണ്ടാണ് ആ അസറ്റ് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് മാറിയത്, അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡിയും ഏതിൽ വരും, കാഷ്വൽ റിസർച്ചിൽ വരും. അപ്പോൾ ഇത് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് മാർക്കറ്റിങ്ങിലൊക്കെ കുറേ റിസർച്ചുകൾ കാഷ്വൽ റിസർച്ച് എന്ന കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാഷ്വൽ റിസർച്ചിനെ കുറിച്ച് പഠിക്കാനുള്ളത്. തുടക്കത്തിൽ പഠിച്ച മീനിങ് പഠിക്കുക, അതുപോലെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക, ദെൻ സിറ്റുവേഷൻസ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് കാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് റിസർച്ച് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് റിസർച്ചിനെ കുറിച്ച് പഠിച്ചു. എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, അതുപോലെ കാഷ്വൽ റിസർച്ച്. ഓക്കെ, അടുത്ത നമുക്കിനി നോക്കാനുള്ളത് തിയറട്ടിക്കൽ റിസർച്ച് ആണ്. അത് നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതിന് കുറച്ചും കൂടി നോട്ട്സ് നമുക്ക് അതിൽ എഴുതാനുണ്ട്. തിയറട്ടിക്കൽ റിസർച്ച് എന്താണ്, തിയറി റിവൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് തിയറട്ടിക്കൽ റിസർച്ച്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ദിസ് റിസർച്ച് എനേബിൾസ് ടു എക്സ്പ്ലോർ ആൻഡ് ഡിസ്കസ് എ റിസർച്ച് ഒബ്ജക്റ്റ്
ഓൺ ദ ബേസിസ് ഓഫ് അബ്സ്ട്രാക്ട് തിയറട്ടിക്കൽ സ്ട്രക്ചർ ആൻഡ് ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തിയറട്ടിക്കൽ സ്ട്രക്ചറും ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള റിസർച്ച് സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തി ഒരു ഫൈനൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് തിയറട്ടിക്കൽ റിസർച്ച്. ടു എക്സ്പ്ലോർ ആൻഡ് ഡിസ്കസ്, നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ചിട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ അതിനെ നന്നായിട്ട് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് അതിന് മുകളിൽ നമുക്ക് ഡിസ്കഷൻ നടത്താനായിട്ട് പറ്റും. ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള തിയറട്ടിക്കൽ സ്ട്രക്ചറും ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള തിയറട്ടിക്കൽ റിസർച്ച് നമ്മൾ നടത്തുന്നത്. Its aim is to define and outline conceptual model, explanation and structure of the chosen topic with the help of research literature. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ വരുന്ന കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ദെൻ ആ കോൺസെപ്റ്റ്സിനെ നമ്മളൊരു മോഡൽ ഫോർമാറ്റിലേക്ക് ആക്കണം. നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത് അതാണ്. പ്രൊജക്റ്റ് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ആക്ടിവിറ്റി അതാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടോപ്പിക്കിലത്തെ കോൺസെപ്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് അതിന് ഒരു മോഡൽ എന്ന് വെച്ചാൽ ഒരു ഡയഗ്രാം പോലെ റെപ്രസെൻറ്റേഷൻ നടത്താനായിട്ട് പറ്റും. എക്സ്പ്ലനേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി ചൂസൺ ടോപ്പിക്, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ പറ്റിയൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന, അതായത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? എന്താണ് ജോബ് എന്ന് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ ജോബ് ഐഡന്റിഫിക്കേഷൻ നടക്കണമെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് ആ ജോബ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്തെല്ലാം ഘടകങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നോക്കണം. അതിൽ ഓരോ ഘടകങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യും വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റഡീനെ കുറിച്ചുള്ള സ്ട്രക്ചർ ഉണ്ടാക്കാനും അതുപോലെ ഒരു കോൺസെപ്ച്വൽ മോഡൽ ഉണ്ടാക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് തിയറട്ടിക്കൽ റിസർച്ച്. This research concerned with the models, defining models, determining their properties and theorems that hold given a set of models. അപ്പോൾ മെയിൻ ആയിട്ടും നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള മോഡൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഈ തിയറട്ടിക്കൽ റിസർച്ച്. കാരണം നമ്മൾ മോഡൽ എന്ന് പറയുമ്പോൾ ഓരോ ബ്രാഞ്ചസ് വെച്ച് അങ്ങനെ ഒരു ബ്രാഞ്ചസ് പോലെയൊക്കെ ഡയഗ്രാം പോലെയൊക്കെ വരയ്ക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു, മറ്റേത് ഇതിലേക്ക് ലീഡ് ചെയ്യുന്നു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ തിയറിനെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. Its conclusions may not have any immediate real world application. നമ്മൾ പറഞ്ഞോളാം, ഇതിൻ്റെ ഒരു ആൻസർ കിട്ടിയിട്ട് വേണ്ട. നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു, എക്സ്പ്ലോറേറ്ററി റിസർച്ചിലും പറഞ്ഞു, ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണ്ട ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സ്റ്റഡിയിൽ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ഈ തരത്തിലുള്ള തിയറട്ടിക്കൽ റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കൊറോണ വാക്സിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റഡിയാണ്, റിസർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റിസൾട്ടിന് മുമ്പ് വാട്ട് ഈസ് ദ കൊറോണയെ കുറിച്ച് നമുക്ക് എന്ത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അത് നമുക്ക് ഈ തിയറട്ടിക്കൽ റിസർച്ചിലൂടെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുക. It is generally used by philosophers and thinkers to develop new concepts or reinterpret existing ones. നമ്മളിപ്പോൾ കുറേ മോട്ടിവേഷണൽ തിയറീസ് പഠിച്ചിട്ടുണ്ട്, പേഴ്സണാലിറ്റി തിയറീസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടും പല പല തിയറീസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡാറ്റയാണ് ഈ രീതിയിലുള്ള റിസർച്ച് നടത്തിയാൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സും ഒക്കെയാണ് സാധാരണ ഈ രീതിയിലുള്ള തിയറട്ടിക്കൽ റിസർച്ച് അണ്ടർടേക്കൺ ചെയ്യുക. അങ്ങനെ ഈ റിസർച്ച് നടത്തിയിട്ട് അവരെന്ത് ചെയ്യും? ചിലപ്പോൾ പുതിയൊരു ഇപ്പോൾ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് റിസർച്ചാണ് നടത്തിയത്, അവരത് എന്ത് ചെയ്യും? നമ്മൾ ഇതുവരെ പഠിച്ച തിയറീസിന് പുറമെ ഒരു തിയറി കൂടെ ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള തിയറീസിനെ ഒന്നും കൂടി വേറൊരു വേർഷനിൽ അവരത് റീസ്ട്രക്ചർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ രീതിയിലുള്ള തിയറട്ടിക്കൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പുതുതായിട്ട് ഒരു പ്രോബ്ലത്തിനുള്ള ഒരു പുതിയൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനൊന്നും ഈ റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഒന്നില്ലെങ്കിൽ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് തിയറട്ടിക്കൽ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഈ തിയറട്ടിക്കൽ റിസർച്ചിൻ്റെ മെയിൻ എയിം ആയിട്ട് വരുന്നത്. ഓക്കെ.
ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് എംപറിക്കൽ റിസർച്ച് ആണ്. അടുത്തത് ഇപ്പോൾ നമ്മൾ തിയറട്ടിക്കൽ റിസർച്ച് കഴിഞ്ഞു, എംപറിക്കൽ റിസർച്ച് അതും നമ്മൾ മുമ്പ് ചെറുതായിട്ട് പഠിച്ചതാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എംപറിക്കൽ റെഫേഴ്സ് ടു കളക്ഷൻ ഓഫ് ഡാറ്റ യൂസിങ് എവിഡൻസ് ദാറ്റ് ഈസ് കളക്റ്റഡ് ത്രൂ ഒബ്സർവേഷൻ ഓർ എക്സ്പീരിയൻസ് ഓർ ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ്. ആദ്യം നമുക്ക് എംപറിക്കൽ എന്ന ടേമിൻ്റെ മീനിങ് ആണ് നോക്കേണ്ടത്. കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ തന്നെയാണ്. ഡാറ്റ യൂസിങ് എവിഡൻസ് വെച്ചിട്ടാണ്, തെളിവ് വെച്ചിട്ടാണ്. ആ തെളിവ് എങ്ങനെ കളക്ട് ചെയ്യുന്നത്? ത്രൂ ഒബ്സർവേഷൻ ആവാം, എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട്. അതായത് അത് ആക്യുറേറ്റ് ആയിരിക്കണം, അത് നിർബന്ധമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എത്രമാത്രം ആക്യുറേറ്റ് ആണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ അതേസമയം നമ്മൾ സ്വയമായിട്ട് ഒബ്സർവേഷനിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു എക്സ്പീരിയൻസിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ കളക്ട് ചെയ്ത ഡാറ്റയുടെ റിസൾട്ട് 100% അല്ലെങ്കിൽ ഒരു 99% ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഉറപ്പുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ ആണ് എന്ന് പറയുന്നത് എംപറിക്കൽ റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എംപറിക്കലിൻ്റെ മീനിങ് കളക്ഷൻ ഓഫ് ഡാറ്റ യൂസിങ് എവിഡൻസസ്. ഡാറ്റ ജസ്റ്റ് കളക്ട് ചെയ്താൽ പോരാ, ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ പ്രോപ്പർ ആൻഡ് സ്ട്രോങ് എവിഡൻസസ്. ആ എവിഡൻസ് എങ്ങനെ കളക്ട് ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ ഒബ്സർവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം. ഇറ്റ് ഈസ് റിലേറ്റഡ് മെയിൻലി ഓൺ എക്സ്പീരിയൻസ് ഓർ ഒബ്സർവേഷൻ എലോൺ വിതൗട്ട് കൺസിഡറിങ് ഡ്യൂ റിഗാർഡ് ടു സിസ്റ്റം ഓർ തിയറി. അപ്പോൾ എംപറിക്കൽ റിസർച്ചിലെ എംപറിക്കൽ റിസർച്ച് ഇസ് റിലേറ്റഡ്, അത് മെയിനായിട്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? എക്സ്പീരിയൻസിലും ഒബ്സർവേഷനിലുമാണ്. അല്ലാതെ വേറെ എന്തിനല്ല, വേറെ ഒരു തിയറിയിലോ സിസ്റ്റത്തിനോ ബേസ് ചെയ്തിട്ടല്ല. പ്യുവർലി ഓൺ എക്സ്പീരിയൻസ് ഓർ ഒബ്സർവേഷൻ. ഒന്നല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് മാത്രമേ ഞാൻ ഇതിൽ ആവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്യുള്ളൂ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി റിസർച്ച് വെർ conclusions of the study are strictly drawn from concretely empirical evidence. അതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഏതൊരു റിസർച്ച് ആയിക്കോട്ടെ, ആ റിസർച്ചിൻ്റെ കൺക്ലൂഷൻ എവിടെ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്? കോൺക്രീറ്റ്ലി എംപറിക്കൽ എവിഡൻസ്. ഫുള്ളും എന്തായിരിക്കണം? എംപറിക്കൽ മീൻസ് ഒബ്സർവേഷൻ ഓർ എക്സ്പീരിയൻസ് എവിഡൻസ് വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള ഏതൊരു റിസർച്ചിനെയും എന്തെന്ന് പറയാം? എംപറിക്കൽ റിസർച്ച് എന്ന് പറയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞോണം, അതിൽ എന്ത് യൂസ് ചെയ്യണില്ല, മുമ്പ് ആരെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയോ ഒരു സിസ്റ്റമോ ഫോളോ ചെയ്യാണ്ട് പ്യൂർലി ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് എംപറിക്കൽ റിസർച്ച്. It is a process of testing a hypothesis using experimentation, direct or indirect observation and experience. അപ്പോൾ നമുക്ക് ഇത് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെലക്റ്റഡ് പ്ലേസിൽ പോയിട്ട് ഏതെങ്കിലും സം സോർട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒബ്സർവേഷൻ നടത്താം. ഒന്നല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് പോയി നടത്താം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മോഡിൽ കൂടെ ഒബ്സർവേഷൻ നടത്താം. അതുപോലെ ഒന്നല്ലെങ്കിൽ സ്വന്തം എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് എംപറിക്കൽ റിസർച്ച്. എവിഡൻസ് ഗാതേർഡ് ത്രൂ എക്സ്പെരിമെന്റ്സ് ഓർ എംപറിക്കൽ സ്റ്റഡീസ് ആർ കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് പവർഫുൾ സപ്പോർട്ട് ഫോർ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ രീതിയിൽ ഒബ്സർവേഷനിലൂടെയോ എക്സ്പെരിമെന്റിലൂടെയോ നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ കളക്ട് ചെയ്താൽ അതെന്തായിരിക്കും? 100% ആക്യുറേറ്റ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എംപറിക്കൽ റിസർച്ച് നടത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒബ്സർവേഷൻ ആയാലും അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ആയാലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കളക്ഷൻ ആയാലും ഏതൊക്കെ ആയാലും അത് എക്സ്പെൻസീവുമാണ്, ടൈം കൺസ്യൂമിങ്ങുമാണ്. ഇത് രണ്ടായാലും അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിസർച്ച് നടത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 100% ആക്യുറേറ്റ് ആയിരിക്കും. അത് വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്താൽ അതും ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ എംപറിക്കൽ റിസർച്ച് ആണ്. ഒരു റിസർച്ച് നടത്തുമ്പോൾ നമുക്കൊരു ആക്യുറേറ്റ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വൺ. പക്ഷെ അത് ടൈം കൺസ്യൂമിങ്ങും എക്സ്പെൻസീവുമാണ്. അതിന് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെന്റ്, not the theory or system. Okay.
ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ എംപറിക്കൽ റിസർച്ചിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അതിൽ നമുക്ക് പുതുതായിട്ടൊന്നും പഠിക്കാനില്ല, പക്ഷെ നമ്മൾ പഠിച്ച പല ടൈപ്സും ഇതിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് വരുന്നതാണ്. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് എംപറിക്കൽ റിസർച്ച്. ഫസ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമ്മൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഡാറ്റ യൂസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. ദീസ് ആർ യൂസ്ഡ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ത്രൂ ന്യൂമറിക്കൽ ഡാറ്റ. ഇതിൽ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ന്യൂമറിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്വാണ്ടിഫൈ ഒപ്പീനിയൻ, ബിഹേവിയേഴ്സ് ആൻഡ് അതർ ഡിഫൈൻഡ് വേരിയബിൾ. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരാളിൽ നിന്ന് കളക്ട് ചെയ്ത ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് ഒക്കെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യും, നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള റിസർച്ച് നമ്മൾ നടത്താറ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അനലൈസിങ് ദ എംപറിക്കൽ എവിഡൻസ് ഗാദർഡ്. അപ്പം നമ്മളിങ്ങനെ ഈ രീതിയിൽ നമുക്ക് ന്യൂമറിക്കൽ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞോണം എംപറിക്കൽ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് മെത്തേഡ്സ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആക്യുറസി നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഡാറ്റ ന്യൂമറിക്കൽ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, ഡാറ്റ മീൻസ് ഒപ്പീനിയൻ ആവാം, റെസ്പോൺസ് ആവാം, എന്തായാലും ശരി, ആ റെസ്പോൺസുകൾ നമ്മൾ ന്യൂമറിക്കൽ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ നമ്പേഴ്സ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സം ഓഫ് ദി കോമൺലി യൂസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ തന്നെ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈ സർവേ റിസർച്ച്. നമുക്കറിയാം സർവേ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് സർവേ റിസർച്ച്. Used to collect large amount of data by using a predetermined set of closed questions which are easy to answer. സർവേ റിസർച്ചിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് ക്വസ്റ്റ്യനെയർ. അത് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ് ഫോർ conducting quantitative research. Second one is experimental research. Here an experiment is set up and a hypothesis is tested by creating a situation in which one of the variable is manipulated. എന്താണ് നമ്മൾ എന്താ ഒരു പരീക്ഷണം നടത്താണ്. ഇപ്പം നമുക്ക് ഒരു എംപ്ലോയിയുടെ ജോബ് പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തണമെങ്കിൽ ആ ആളെ ഒരു നമ്മൾ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഒരു എൻവയോൺമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് ആളോട് ജോലി എടുക്കാൻ പറയാണ്. ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആളുടെ ജോബ് പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ആളെ നല്ലൊരു വെൽ സെറ്റപ്പ് ആയിട്ടുള്ള റൂമിൽ ആക്കിയിട്ട് ആളോട് വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആളുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ആ റൂമിൽ കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ആളുടെ പെർഫോമൻസ് കൂടുന്നുണ്ടോ എന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ആ ഫെസിലിറ്റീസ് ഒക്കെ കുറഞ്ഞ റൂമിലാക്കിയിട്ട് ആളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു വാരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ആ വാരിയബിളിൽ ആളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നുണ്ടോ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഒരു ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. ദാറ്റ് ഈസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ആൻഡ് എക്സ്പെരിമെൻറ്റ് ഈസ് സെറ്റപ്പ് ആൻഡ് ഹൈപ്പോത്തസിസ് ഇസ് ടെസ്റ്റഡ് ബൈ ക്രിയേറ്റിംഗ് എ സിറ്റുവേഷൻ. നമ്മൾ മനഃപൂർവ്വം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻ വിച്ച് വൺ വാരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ്. അപ്പോൾ ഈ വർക്കിംഗ് കണ്ടീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ആദ്യം ഒരെണ്ണം കൊടുത്തു, പിന്നെ അതിനേക്കാൾ കൂട്ടി, പിന്നെ അതിനേക്കാൾ കുറച്ചു. അപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ഫെസിലിറ്റി കൂട്ടിയപ്പോൾ ആളുടെ ജോബ് പെർഫോമൻസ് കൂടിയിട്ടുണ്ടോ നോക്കുക. അതുപോലെ വർക്കിംഗ് കണ്ടീഷൻ ഫെസിലിറ്റീസ് കുറച്ചപ്പോൾ ആളുടെ പെർഫോമൻസ് കുറഞ്ഞിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. Then is correlation research. It is used to find a relation between two sets of variables. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് relationship between two variables study ചെയ്യാനായിട്ട് നമുക്ക് correlation statistical tool യൂസ് ചെയ്തിട്ട് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാം. നമ്മൾ സ്റ്റാറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്, QT-യിൽ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതാണ് correlation research. The next one is longitudinal research. It is used to understand the traits or behavior of a subject under observation after repeatedly testing the subject over a period of time. നമ്മൾ longitudinal research മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈമിലത്തെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് longitudinal research. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ സമയത്തെ അല്ല, ഇപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ
നേരത്തെ പറഞ്ഞോണം തന്നെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതുപോലെ കുറേ ഒരു സ്റ്റഡി മാത്രമല്ല ഈ രീതിയിലുള്ള പല പല സ്റ്റഡീസ് നടത്തിയതിന് ശേഷം അതിൽ നിന്നാണ് നമ്മളൊരു പല പീരീഡിൽ നടത്തിയ പല ടൈമിൽ നടത്തിയ സ്റ്റഡീസിൽ നിന്ന് ഒരു ജനറലൈസേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോങ്കിറ്റ്യൂഡിനൽ റിസർച്ച്. ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രേറ്റ്സ് ഓർ ബിഹേവിയർ ഓഫ് എ സബ്ജക്റ്റ് മാറ്റർ അണ്ടർ ഒബ്സർവേഷൻ ആഫ്റ്റർ റിപ്പീറ്റഡ്ലി ടെസ്റ്റിംഗ് ദ സബ്ജക്റ്റ് ഓവർ ദി പീരീഡ് ഓഫ് ടൈം. നമ്മൾ പല പല സമയങ്ങളിലായിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോങ്കിറ്റ്യൂഡിനൽ റിസർച്ച്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് സർവേ നടത്താം, അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ടൊരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് റിസർച്ച് നടത്താം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളായ കോറിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസർച്ച് നടത്താം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒബ്സർവേഷൻ തന്നെ, പക്ഷേ നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എ പെർട്ടിക്കുലർ ടൈം. ഒരു ടൈമിൽ മാത്രമല്ല ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകളിൽ ഈ രീതിയിൽ ഒബ്സർവേഷനെ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് റിസർച്ച് നടത്താനായിട്ട് പറ്റും. ഓക്കെ. Next is cross-sectional research. It is an observation type of method in which a set of respondents is observed at a given point of time. നേരത്തെ നമ്മൾ പഠിച്ച ലോങ്കിറ്റ്യൂഡൽ റിസർച്ചിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ അങ്ങനെ പല പല സമയത്തെ ഒബ്സർവേഷൻ ഒന്നും നടത്തില്ല. ഏതെങ്കിലും ഒരു സമയത്തെ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അനാലിസിസ് അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ റിസർച്ച് നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞോളം പല പല ടൈം സ്ലോട്ടുകളിൽ ഒബ്സർവേഷൻ നടത്തിയിട്ട് ആ ഒബ്സർവേഷന്റെ ബേസിലല്ല ഇവിടെ ഒരു ഫൈൻഡിങ്സ് കൺക്ലൂഷനിൽ അറൈവ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ടൈം മാത്രം ഒരു തവണ മാത്രം നമ്മൾ ഒബ്സർവേഷൻ നടത്തും. ആ ഒബ്സർവേഷന്റെ റിസൾട്ടിൽ നമ്മളൊരു കൺക്ലൂഷനിൽ അറൈവ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് cross sectional research. And the last one is casual comparative research. It is used to find out the cause effect relationship between two variables. നമ്മൾ കോസാലിറ്റി റിസർച്ച് പോലെ തന്നെയാണ് ഇതിൽ നമ്മൾ എന്താണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. കാഷ്വൽ റിസർച്ച് പഠിച്ചില്ലേ, ആ റിസർച്ച് പോലെ തന്നെ വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് എന്ത് ഡാറ്റ റിസർച്ച് നടത്താം, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്താനായിട്ട് പറ്റും. അപ്പോൾ വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ ഡാറ്റ കളക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ 6 മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്ത് റിസർച്ച് നടത്താം, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്താം, സർവേ മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, കോറിലേഷൻ മെത്തേഡ്, ലോങ്കിറ്റ്യൂഡിനൽ റിസർച്ച് മെത്തേഡ്, ക്രോസ് സെക്ഷണൽ റിസർച്ച് മെത്തേഡ് ആൻഡ് കാഷ്വൽ കമ്പാരറ്റീവ് റിസർച്ച്. ഓക്കെ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് എംപറിക്കൽ റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതിൻ്റെ അണ്ടറിൽ 6 സബ് കാറ്റഗറി ഉണ്ട്. And the second one is qualitative research. These are used to gather non-numerical data. നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, ന്യൂമറിക്കൽ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ട് ഡാറ്റ കളക്ഷൻ നടത്തുന്നതാണ് qualitative research. It is used to find meanings, opinion or underlying reasons from its subject. നമ്മൾ ജസ്റ്റ് അവരുടെ റെസ്പോൺസ് മാത്രം കളക്ട് ചെയ്യണമല്ലോ. യെസ് ഓർ നോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, യെസ് ഓർ നോ. അതിന് നമ്മൾ പിന്നെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യില്ല, നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും മാത്തമാറ്റിക്കൽ ടൂൾസും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നമുക്ക് റെസ്പോൺസ്, ഒപ്പീനിയൻസ് ആ സെൻറ്റൻസിൽ തന്നെയാവും എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്ലിക്കേഷൻ സാധ്യമല്ല. The sample size is very small and it provide more insight about the problem. അപ്പോൾ നമ്മൾ ഇതിനൊരു അനാലിസിസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ തരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നമ്മളുടെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച്, നമ്മുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ, ഇപ്പോൾ സർവേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വൈഡ് കവറേജ് കുറേ ആൾക്കാരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് വളരെ കുറച്ച് ആൾക്കാരിൽ നിന്ന് മാത്രമേ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It enables the researcher to build or support theories for future potential quantitative research.
ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്താനായിട്ടൊരു സപ്പോർട്ട് മാത്രമാണ് ഏത് കൊടുക്കുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൊടുക്കുന്നത്. അല്ലാണ്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് കണ്ടുപിടിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫെർദർ അനാലിസിസിനുള്ള സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ഇന്റർപ്രിട്ടേഷനോ കൺക്ലൂഷനോ അറൈവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലൂടെ കണ്ടുപിടിച്ച സംഭവങ്ങൾ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ഇൻപുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ കണ്ടുപിടിച്ചത് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് റിസർച്ച് നടത്തുക, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്തുക. ഓക്കെ, ദെൻ സം ഓഫ് ദി കോമൺലി യൂസ്ഡ് റിസർച്ച് മെത്തേഡ് അടുത്ത സ്ലൈഡിലാണ്. അപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഒന്നും ഇതിൻ്റെ മുകളിൽ നമുക്ക് സാധ്യമല്ല. നമ്മൾ എന്ത് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ കളക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള റോ ഡാറ്റ പ്രൊവൈഡ് ചെയ്യൽ മാത്രമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സബ് കാറ്റഗറിയാണ് നോക്കുന്നത്. ഒന്നാമത്തത് കേസ് സ്റ്റഡി. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഏതെങ്കിലും ഒരു റിയൽ സിറ്റുവേഷൻ എടുത്തിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരിക. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ പ്രോബ്ലം വിതിൻ ഇറ്റ്സ് റിയൽ ടൈം കോണ്ടെക്സ്റ്റ് ത്രൂ എക്സിസ്റ്റിംഗ് കേസസ്. നമ്മുടെ ഓൾറെഡി ഉണ്ടായ ഒരു ഇവൻറ്റിനെ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ആ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് ഒന്നാമത്തെ കേസ് സ്റ്റഡി. ദെൻ ഒബ്സർവേഷണൽ മെത്തേഡ്. ഇറ്റ് ഈസ് എ പ്രോസസ് ടു ഒബ്സർവ് ആൻഡ് ഗ്യാദർ ഡാറ്റ ഫ്രം ഇറ്റ്സ് ടാർഗറ്റ്. നമ്മൾ നിരീക്ഷിച്ചിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിരീക്ഷിച്ചിട്ടാണ് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ആൾ വർക്ക് ചെയ്യുമ്പോൾ ആളുടെ ട്രേഡ്സും ആളുടെ ആക്ടിവിറ്റീസും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് ഒബ്സർവേഷണൽ മെത്തേഡ്. ദെൻ ഫോക്കസ് ഗ്രൂപ്പ്. എ സ്മോൾ ഗ്രൂപ്പ് ഈസ് ചൂസൺ ഫോർ കളക്ടിങ് ഡാറ്റ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, നല്ല ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് റെസ്പോൺസ് തരുന്ന ഒരു കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് മാത്രമേ നമ്മളതിൽ ഡാറ്റ കളക്ട് ചെയ്യുള്ളൂ. ഡാറ്റ മീൻസ് ന്യൂമറിക്കൽ ഡാറ്റയല്ല, നോൺ ന്യൂമറിക്കൽ ഡാറ്റ തന്നെ നമ്മൾ ഒരു സെലക്റ്റഡ് പേഴ്സൺസിൽ നിന്ന് മാത്രമേ നമ്മൾ ഫോക്കസ് ഗ്രൂപ്പിൽ ഡാറ്റ കളക്ട് ചെയ്യണുള്ളൂ. ആ ഫോക്കസ് ഗ്രൂപ്പിലെ ആൾക്കാരെ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടും പറഞ്ഞ ആൾക്കാരായിരിക്കാം, നെഗറ്റീവായിട്ടും പറയാം. അങ്ങനത്തെ ആൾക്കാരെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. Then the fourth one is one-to-one interview. It is a method where in-depth data can be gathered through face-to-face interaction. നമ്മൾ ഓരോരുത്തരെയും പോയിട്ട് പേഴ്സണലായിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് സ്മോൾ കവറേജ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് കുറേ ആൾക്കാരിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ പേഴ്സണലായിട്ട് വിസിറ്റ് ചെയ്ത് അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടേ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 1-to-1 ഇൻ്റർവ്യൂവും നമുക്ക് ഈ മെത്തേഡിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. 1-on-1 ഇൻ്റർവ്യൂ. അപ്പോൾ ഇങ്ങനെ 4 സബ് മെത്തേഡ്സ് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലുള്ളത്. കേസ് സ്റ്റഡി നടത്താം, ഒബ്സർവേഷൻ നടത്താം, ഫോക്കസ് ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യാം, ഇൻ്റർവ്യൂ നടത്താം. ഈ രീതിയിൽ നമുക്ക് നോൺ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള റോ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടും 2 ടൈപ്സ് ഓഫ് റിസർച്ച്, എംപറിക്കൽ റിസർച്ചാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനും പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.